പിണറായി വിജയന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാക്കി. അനീഷ് മാസ്റ്ററെ, എങ്ങനെയാണ് ഗുരുവായൂർ നഗരസഭയുടെ പുരോഗതിയെ സംബന്ധിച്ച്, ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ഒപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിലാകെയും ചിത്രം? ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് വളരെ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ് ഈ കഴിഞ്ഞ ഒരു 15 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കും. അത് തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ, കുന്നംകുളം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ, ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വലിയ മാറ്റം വോട്ടർമാരുടെ ചിന്താഗതിയിലുണ്ട്. ഇതുപോലെ ഞങ്ങൾ പറയുമ്പോൾ BJPക്ക് വ്യക്തമായി മാൻഡേറ്റ് ലഭിച്ച ഇടങ്ങളിൽ ഏതൊക്കെ തരത്തിലാണ് വികസനത്തിന് മാതൃക തീർത്തത് അതുകൂടി പറഞ്ഞിട്ട് വേണ്ടേ? ഏറ്റവും വലിയ തെളിവ് ഗുരുവായൂരെന്നില്ല, നമ്മൾ വേറെ എവിടേക്കും പോകേണ്ട കാര്യമില്ലല്ലോ. ഗുരുവായൂരിൽ ഇനി എന്താ വരാനുള്ളതെന്നുണ്ടെങ്കിൽ, തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പദ്ധതികൾ കൊണ്ടുപോകുന്നത്. ഗുരുവായൂർ നഗരസഭ തുടർച്ചയായി ഭരിക്കുന്ന LDF അല്ലേ? ഗുരുവായൂർ നഗരസഭ തുടർച്ചയായി ഭരിക്കുന്ന LDF ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? ഗുരുവായൂർ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് മാലിന്യ പ്രശ്നമായിരുന്നു. അത് പരിഹരിക്കപ്പെട്ടു. ആ പ്ലാന്റ് ഒരു പൂന്തോട്ടം പോലെ മാറ്റി. ഇതൊക്കെയാണ് LDF പറയുന്നത്. മാത്രമല്ല, ഇവിടുത്തെ മേൽപ്പാലത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് വികസനത്തിന്റെ വഴികൾ ഇവിടെ തുറന്നിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പറയാം. സൂചിപ്പിച്ചത് നമ്മൾ നിൽക്കുന്ന ഗുരുവായൂരാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ മേൽപ്പാലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നു. മേൽപ്പാലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പിന്തുണ പ്രഖ്യാപിച്ചുള്ള സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ. ഈ ഗുരുവായൂർ മുനിസിപ്പാൽ നിർത്ത സുഹൃത്തെ, കൂക്കി വിളിക്കലെന്ന്. എന്താ കൂക്കി വിളിക്കുന്നത്? നിർത്തവിടെ കേൾക്കാൻ തയ്യാറും. ഇവിടെ കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കാൻ തയ്യാറുള്ള സ്ഥലമാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. പക്ഷെ ആ കിട്ടുന്ന പണം കൃത്യമായിട്ട് പോലും വിനിയോഗിച്ച് കഴിഞ്ഞിട്ടില്ല എന്നാണ് BJPയുടെ നിലപാട്. അതിന് ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ പ്രസാദ് നഗര പദ്ധതി പ്രകാരം 100 കോടി രൂപ കേന്ദ്ര സർക്കാർ ഗ്രാൻഡായി കൊടുത്ത മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ. അതിൽ എത്ര പദ്ധതി ഇവിടെ നടപ്പിലാക്കി ഈ LDF സർക്കാർ? ആകെ നടപ്പിലാക്കിയുള്ള പടിഞ്ഞാറ് നടയിലെ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്റർ 3 കോടി രൂപ ചെലവിൽ നയാ പൈസ മുനിസിപ്പാലിറ്റിയുടെ ഇല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ല, കേന്ദ്ര സർക്കാരിന് മുഴുവൻ ഗ്രാൻഡാ. അപ്പുറത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ 10 കോടി രൂപ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രസാദ് നഗരം പദ്ധതി പ്രകാരം മുനിസിപ്പാലിറ്റി നിർമ്മിച്ചതാ. ഈ 2 പദ്ധതി ഒഴികെ മുനിസിപ്പാലിറ്റി ഇതേവരെ ഏതെങ്കിലും DPR വെച്ചിട്ടുണ്ടോ? പ്രസാദ് നഗരം പദ്ധതിക്ക് വെച്ചിട്ടില്ല. അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ പദ്ധതികളോട് മുന്നോട്ട് പോകാത്തത്. ബാക്കി 35 കോടി രൂപയ്ക്ക് മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സ് ഗുരുവായൂർ ദേവസ്വത്തിന് കൊടുത്ത് തെക്കേ നടയിലെ ആന പാർക്കിന് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും നിങ്ങളത്. 5 കോടി രൂപയുടെ സുരക്ഷാ ക്യാമറ ഈ നഗരത്തിൽ മുഴുവൻ വെച്ചിട്ടുണ്ട്. അത് പ്രസാദ് നഗരം പദ്ധതി പ്രകാരം ഈ മുനിസിപ്പാലിറ്റിയുടെയോ ഈ സംസ്ഥാന സർക്കാരിൻ്റെയോ ചില്ലി പണം വേണ്ട. 100 കോടി രൂപയുടെ പദ്ധതി കൊടുത്തിട്ട് അത് വേണ്ട പോലെ വിനിയോഗിക്കാൻ സാധിക്കാത്ത ഗുരുവായൂർ ദേവസ്വവും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയും നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാനായിട്ടില്ല. ഈ ഗുരുവായൂരിലെ വികസനം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് BJP. വികസന പ്രവർത്തനങ്ങൾക്ക് അതായത് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യത്തിലുള്ള വികസനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ നിങ്ങൾ അടിച്ചെടുക്കുന്നു, അതാണ് ആരോപണം. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 1500 വീടുകൾ കഴിഞ്ഞ 10 വർഷം കണക്ക് കൂടി പറയട്ടെ. എത്രയാണ് കേന്ദ്രത്തിന്റെ കോൺട്രിബ്യൂഷൻ? വീടുകളിൽ? പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന അഭിപ്രായം ഉണ്ടോ? മുനിസിപ്പാലിറ്റി രേഖ കാണിച്ചു തരാം, കാണണോ? അല്ല, നിങ്ങളിലേക്ക് എന്റെ പ്രിയ സുഹൃത്ത് മാഷ്ക്ക് ആ കുറിച്ച് ധാരണയില്ലാണ്ട് പറയണതാണ്. ഒരു ധാരണയില്ലാതെ മാഷെ പോലെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ സംസാരിക്കരുത്. എന്ത് ധാരണയിലാണ് മാഷ് 1700 വീട് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പ്രകാരം വെച്ചു കൊടുത്തു എന്ന് പറയുന്നത്? 6 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതി പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലോകത്തിൽ ഒരിടത്തും ഇല്ല. ലോകത്തിൽ ഒരിടത്തും 6 ലക്ഷം വീട്. മണിക്കൂറിൽ 7 വീടാണ്. 10 കൊല്ലം കൊണ്ട് ഒരു മണിക്കൂറിൽ 7 വീട് വെച്ച് നടക്കുന്ന സർക്കാരാണ്. ഞാൻ പറയട്ടെ, 6 ലക്ഷം വീടുകളുടെ ഭാഗമായിട്ടാണ് ഈ 1700 വീടും. അത് പ്രധാനമന്ത്രിയുടെ കാശ് കൊണ്ടുണ്ടാക്കിയതല്ല, പിണറായി വിജയന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാക്കി. തിരുത്തണം സുമേഷേ, തിരുത്തിയിട്ട് പറ.
ഓക്കെ 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 അതെ അതെ ഓക്കെ 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 ഇതിലൊന്നും ഈ എട്ടുകാലി മമ്മൂഞ്ഞ് ബഷീറിന്റെ കഥാപാത്രത്തിലെ എട്ടുകാലി മമ്മൂഞ്ഞാവാണ്. എട്ടുകാലി മമ്മൂഞ്ഞ് ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമാണ് കേരളത്തിലെ 6 ലക്ഷം വീടുകൾ വെച്ചു എന്ന് പറഞ്ഞാൽ എത്ര സുഖസമ്പന്താണ്. മുനിസിപ്പാലിറ്റി ഇറക്കിയ രേഖ തെറ്റാണെന്നാണ് സുമേഷ് പറയുന്നത്. അങ്ങനെ സമ്മതിക്കേ മേൽപ്പാലം 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 മാലിന്യ പ്ലാന്റ് മറുപടി പറയട്ടെ പറയട്ടെ മാസ്റ്റർ പറയട്ടെ ഇതൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ എട്ടുകാലി മമ്മൂഞ്ഞ്, വേറെ ഒന്നുമല്ല. ഒന്നും പറയാനില്ല. എട്ടുകാലി മമ്മൂഞ്ഞ് വലുപ്പമായി ചിത്രീകരിക്കുക. പോട്ടെ, ഇനി അതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ നാട്ടിലെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് 1700 വീടുണ്ടായത്, 6 ലക്ഷം വീടുണ്ടായത്. ബഹളം വെച്ചോണ്ടൊന്നും അത് മാറാൻ പോണില്ല.